ഇതിൻ്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ വരും. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ആ ബസ് നമുക്ക് എന്തിനെല്ലാം ഉപയോഗിക്കാം? ഏതെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ബസ് ഉപയോഗിക്കാം? കാസർഗോഡ് നിങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് 42 ദിവസം ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുണ്ട്. എല്ലാത്തിന്റെ വെയിറ്റ് 6 കിലോ നിങ്ങളുടെ കൂടി നല്ല നാട്ടുകാർക്ക് പ്രയോജനമുണ്ടായി. ഒരിക്കലും അത് ബേസ്ഡ് ആകില്ല. ഉറപ്പിക്കാമോ? മ്യൂസിയത്തിൽ സൂക്ഷിക്കാം, വിറ്റാൽ ഇരട്ടി വില കിട്ടും. നവകേരള ബസിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പലതായിരുന്നു. ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. ഒരാൾ പോലും ടിക്കറ്റ് എടുക്കാത്തതിനാൽ 2 ദിവസമായി കട്ടപ്പുറത്തായ നവകേരള ബസ്സിനോട് തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഒടുവിൽ അനക്കം വെച്ചു. വെറും 8 യാത്രക്കാരുമായാണ് കോഴിക്കോട് നിന്ന് ബസ് ബംഗളൂരുവിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. 6 മാസം മുമ്പ് മുഖ്യമന്ത്രി മുന്നിലിരുന്ന് സംസ്ഥാനത്തെ മന്ത്രിസഭ ഒട്ടാകെ 1 മാസത്തോളം സഞ്ചരിച്ച ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ പോലും കാണാൻ ആളുകൾ വരി നിൽക്കുമെന്ന് ചിലർ പറഞ്ഞ ബസ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. ആ ബസ്സാണിപ്പോൾ കോഴിക്കോട് KSRT സ്റ്റാൻഡിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത്. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടപ്പ് കണ്ടപ്പ. പുഷ് ബാക്ക് സീറ്റുകൾ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ആധുനിക രീതിയിലുള്ള AC, ശുചിമുറി, വാഷ് ബേസിൻ. എന്തുണ്ടായിട്ടെന്താ ബസ്സിൽ കയറാൻ ആളില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ബുധനും വ്യാഴവും ബുക്കിംഗ് ഇല്ലാത്തതിനാൽ നവകേരള ബസ് ഇവിടെ കിടന്നു. ചുരുങ്ങിയ ബുക്കിംഗ് വന്നതുകൊണ്ട് മാത്രം ഇന്നിപ്പോൾ പുലർച്ചെ സർവീസ് ആരംഭിച്ചു. ലക്ഷങ്ങൾ മുടക്കി ഇറക്കിയ ബസ് നോക്കുകുത്തിയായെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കോടികൾ ചെലവാക്കിയ സാധനമാണ്, പക്ഷെ എങ്കിലും ജനങ്ങളിലേക്ക് ഉപകാരപ്രദമാക്കണമെന്നാണ് ഒരു യാത്രക്കാരൻ എൻ്റെ ഒരു അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞത്, മുഴുവൻ പ്രഹസനാണ്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അനുഭവിക്കുന്ന ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു ബസ്, ഇങ്ങനത്തെ ഒരു കട്ടപ്പുറത്ത് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കാശാണ് ഈ നിൽക്കുന്നത്. ബംഗളൂരു റൂട്ടിൽ 1240 രൂപ നിരക്കിൽ സർവീസ് തുടങ്ങിയത്. പുലർച്ചെ 4 മണിക്ക് ബംഗളൂരുവിലേക്കും ഉച്ചയ്ക്ക് 2:30 തിരിച്ചുമുള്ള സർവീസുകളിൽ ആദ്യം തിരക്കുണ്ടായിരുന്നെങ്കിലും പിന്നീട് ബുക്കിംഗ് ഗണ്യമായി കുറയുകയായിരുന്നു. അവസാനം കാറ് വാങ്ങാനെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി. അവസാനം കാറുമില്ല. 2 ദിവസം കട്ടപ്പുറത്തായി 8 പേരുമായി വീണ്ടും യാത്ര തിരിച്ചു. തൽക്കാലം നമുക്കത് ബാധ്യതയായി എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ടിൽ നടത്ത വാർത്തയിലേക്ക് കടക്കാം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടി വെച്ച് കൊല്ലണപ്പ അതിനെ. ഞാൻ പോകുന്നു. ബൈ ബൈ.